ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നും യുവപ്രതിഭകളുടെ ഉദയത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള വേദിയാണ്. എന്നാൽ ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസ് കണ്ടെത്തിയ 15 വയസ്സുകാരൻ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശിയുടെ പ്രകടനം കേവലം ഒരു യുവതാരത്തിന്റെ വരവറിയിക്കൽ മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സമവാക്യങ്ങളെ ആകെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റാണ്. കഴിഞ്ഞ ദിവസം നടന്ന ജീവൻ മരണ പോരാട്ടമായ എലിമിനേറ്ററിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിലും ബൗളർമാരിലും ഒരാളായ പാറ്റ് കമ്മിൻസ് നയിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ വൈഭവ് പുറത്തെടുത്ത ബാറ്റിംഗ് വിരുന്ന് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ സുവർണ അധ്യായങ്ങളിൽ ഒന്നാണ്. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൗമാരക്കാരൻ ലോകോത്തര ബൗളർമാരെ ഒരു ദയയുമില്ലാതെ അതിർത്തി കടത്തുന്നത് കണ്ട അമ്പരപ്പിലാണ് ക്രിക്കറ്റ് ലോകം. ഈ ഒരൊറ്റ പ്രകടനത്തോടെ താരം ഇന്ത്യൻ സീനിയർ ടീമിന്റെ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. അടുത്ത മാസം അവസാനം അയർലൻഡുമായി നടക്കാനിരിക്കുന്ന 2020 പരമ്പരയിൽ വൈഭവ് സൂര്യവംശി എന്ന ഇടംകൈയൻ വിസ്മയം ഇന്ത്യൻ കുപ്പായത്തിൽ അരങ്ങേറിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയുള്ള എലിമിനേറ്റർ മത്സരം രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചേറെ നിർണായകമായിരുന്നു. സമ്മർദ്ദഘട്ടങ്ങളിൽ മുതിർന്ന താരങ്ങൾ പോലും പതറുന്ന പിച്ചിൽ യാതൊരുവിധ ഭയവുമില്ലാതെയാണ് വൈഭവ് ക്രീസിലേക്ക് നടന്നെടുത്തത്. പിന്നീട് മൈതാനത്ത് കണ്ടത് ഒരു സിക്സർ മഴയായിരുന്നു. വെറും 29 പന്തുകളിൽ നിന്നും 97 റൺസാണ് ആ കുട്ടി ബാറ്റ്സ്മാൻ അടിച്ചുകൂട്ടിയത്. അതിൽ 12 ആകാശചുംബികളായ സിക്സറുകളും 5 മനോഹരമായ ഫോറുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് താൻ നേടിയ 97 റൺസിൽ 82 റൺസും വൈഭവ് അടിച്ചെടുത്തത് ബൗണ്ടറികളിലൂടെ മാത്രമാണ്. 334.48 എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ആ ബാറ്റിംഗ് താണ്ഡവം. 2020 ക്രിക്കറ്റിലെ എക്കാലത്തെ മികച്ച റെക്കോർഡുകളിൽ ഒന്നായ ക്രിസ് ഗെയിലിന്റെ 30 പന്തിലെ സെഞ്ചുറി എന്ന നേട്ടം തകർക്കാൻ വൈഭവിന് വെറും ഒരു 4ന്റെ മാത്രം കുറവേ ഉണ്ടായിരുന്നുള്ളൂ. നിർഭാഗ്യവശാൽ 97 റൺസിൽ താരം പുറത്തായെങ്കിലും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ആ 15-കാരൻ സെഞ്ചുറിയേക്കാൾ വലിയൊരു സ്ഥാനം നേടിക്കഴിഞ്ഞു. പാറ്റ് കമ്മിൻസ്, ഭുവനേശ്വർ കുമാർ തുടങ്ങിയ പരിചയസമ്പന്നരായ ബൗളർമാരുടെ ലൈനും ലെങ്ത്തും പൂർണ്ണമായി തെറ്റിച്ചുകൊണ്ട് വൈഭവ് നടത്തിയ ഈ പ്രകടനം ഇന്ത്യൻ സെലക്ടർമാർക്ക് നേരെ ഉയർത്തുന്ന ശക്തമായൊരു ചോദ്യമാണ്. ഇനിയും ഈ പ്രതിഭയെ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് കഴിയുമോ? വൈഭവ് സൂര്യവംശിയുടെ വരവോടെ ഇന്ത്യൻ 2020 ടീമിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകാൻ പോകുന്നത് ഓപ്പണിംഗ് സ്ഥാനമാണ്. നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ പേർ മത്സരിക്കുന്ന ഒരു പൊസിഷനാണിത്. ഗിൽ, ജയ്സ്വാൾ തുടങ്ങിയ ലോകോത്തര യുവതാരങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യൻ ഓപ്പണിംഗ് നിരയിൽ ഉണ്ടെങ്കിലും സമീപകാല ഫോം വിലയിരുത്തുമ്പോൾ മലയാളി സൂപ്പർ താരം സഞ്ജു, ലോക 1-ാം നമ്പർ 2020 ബാറ്ററായ അഭിഷേക് ശർമ്മയുമാണ് ഈ സ്ഥാനങ്ങളിൽ പ്രധാനമായും തിളങ്ങി നിൽക്കുന്നത്. എന്നാൽ വൈഭവ് സൂര്യവംശി എന്ന ഇടംകൈയൻ ഓപ്പണർ ടീമിലേക്ക് എത്തുമ്പോൾ ഈ സമവാക്യങ്ങൾ പൂർണ്ണമായും മാറും. വൈഭവിനെ ഓപ്പണറായി കളിപ്പിക്കുകയാണെങ്കിൽ നിലവിലുള്ള ഓപ്പണർമാരിൽ ഒരാൾക്ക് തന്റെ സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും. ഇത് ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെ കടുത്ത ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒന്നാണ്. വൈഭവിന്റെ വരവ് ഗിൽ, ജയ്സ്വാൾ എന്നിവരുടെ T20 ഭാവിയിൽ വലിയൊരു ഭീഷണിയാകുമെന്നതിൽ തർക്കമില്ല. എന്നാൽ ടീമിന്റെ നിലവിലെ തൂണുകളായ സഞ്ജുവിനെയും അഭിഷേകിനെയും മാറ്റി നിർത്താൻ ഇന്ത്യക്ക് സാധിക്കുകയുമില്ല. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവും അഭിഷേക് ശർമ്മയും ഇപ്പോൾ കേവലം കളിക്കാർ മാത്രമല്ല, മറിച്ച് ടീമിന്റെ മാച്ച് വിന്നർമാരാണ്. കഴിഞ്ഞ ICC T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജുവായിരുന്നു. ഫൈനലിലടക്കം ഇന്ത്യ കളിച്ച അവസാനത്തെ 3 നിർണായക മത്സരങ്ങളിലും ടീമിനെ വിജയതീരത്തെത്തിച്ചതിൽ സഞ്ജുവിന്റെ പ്രകടനം സമാനതകളില്ലാത്തതായിരുന്നു. സമ്മർദ്ദഘട്ടങ്ങളെ അതിജീവിച്ച് അതിവേഗം റൺസ് ഉയർത്താനുള്ള സഞ്ജുവിന്റെ കഴിവിനെ ഇന്ത്യൻ ടീമിന് ഇനി അവഗണിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ പ്ലേയിങ് 11-ൽ സഞ്ജുവിന്റെ സ്ഥാനം സുരക്ഷിതമാണ്. മറുഭാഗത്ത് അഭിഷേക് ശർമ്മയാകട്ടെ ക്രീസിലെത്തിയാൽ എതിർ ബൗളർമാരുടെ ഉറക്കം കെടുത്തുന്ന തരത്തിലുള്ള ഒരു ഭയമില്ലാത്ത ബാറ്റിംഗ് ശൈലിയാണ് പുറത്തെടുക്കുന്നത്. മുൻ ഇന്ത്യൻ ഇതിഹാസ ഓപ്പണർ സെവാഗ് പണ്ട് ക്രീസിൽ സൃഷ്ടിച്ചിരുന്നത് പോലെ ഒരു വിനാശകാരിയായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അഭിഷേകിന് കഴിയുന്നുണ്ട്. പവർ പ്ലേയിലെ ആദ്യ 6 ഓവറുകൾ അഭിഷേക് പൂർണ്ണമായി ബാറ്റ് ചെയ്താൽ ഇന്ത്യയുടെ വിജയം ഏതാണ്ട് ഉറപ്പാണെന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത്. സഞ്ജു, അഭിഷേക് ശർമ്മ എന്നിവരെ നിലനിർത്തിക്കൊണ്ട് തന്നെ വൈഭവ് സൂര്യവംശിയെ കൂടി ടീമിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ: താരങ്ങളുടെ ബാറ്റിംഗ് ഓർഡറിൽ തന്ത്രപരമായ മാറ്റങ്ങൾ വരുത്തുക. പവർ പ്ലേയുടെ ആനുകൂല്യം പരമാവധി മുതലാക്കാൻ സാധിക്കുന്ന 2 തകർപ്പൻ ഇടംകൈയൻ ബാറ്റർമാരെ ഓപ്പണിംഗിൽ ഇറക്കുക എന്നതാണ് ഏറ്റവും അനുയോജ്യമായ വഴി. അങ്ങനെയാണെങ്കിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള ഇന്ത്യയുടെ പുതിയ ടോപ്പ് 5 ഇപ്രകാരമായിരിക്കും. 2 പേരും പ്രകൃതിദത്തമായി അതിവേഗം സ്കോർ ചെയ്യുന്ന ഇടംകൈയന്മാരാണ്. പവർ പ്ലേയിലെ ഫീൽഡിംഗ് നിയന്ത്രണങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ ഇവർക്ക് കഴിയും. ഇടംകൈയൻ കോമ്പിനേഷൻ പലപ്പോഴും എതിർ ടീമിന്റെ ബൗളിംഗ് പ്ലാനുകളെ തകിടം മറിക്കാറുണ്ട്.
ഇരുവരും ഒന്നിച്ചു കൂടിയാൽ പവർ പ്ലേ ഓവറുകളിൽ തന്നെ കളി ഇന്ത്യയുടെ കൈപ്പിടിയിലാക്കാൻ കഴിയും. വൈഭവ് ഓപ്പണറായി വരുമ്പോൾ സഞ്ജു ഒരു സ്ഥാനം താഴേക്ക് ഇറങ്ങി 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യേണ്ടി വരും. ഈ റോൾ സഞ്ജുവിന് ഒട്ടും അപരിചിതമല്ല. കാരണം IPL രാജസ്ഥാൻ റോയൽസിന് വേണ്ടി അദ്ദേഹം തന്റെ കരിയറിലെ ഭൂരിഭാഗം മത്സരങ്ങളും കളിച്ചതും സെഞ്ചുറികൾ നേടിയതും 3-ാം നമ്പറിലാണ്. ഇന്നിംഗ്സ് ആങ്കർ ചെയ്യാനും ആവശ്യാനുസരണം ഗിയർ മാറ്റാനും സഞ്ജുവിന് ഈ പൊസിഷനിൽ കഴിയും. സഞ്ജു 3-ാം നമ്പറിലേക്ക് മാറുമ്പോൾ നിലവിൽ ആ സ്ഥാനത്ത് തിളങ്ങുന്ന ഇഷാൻ കിഷൻ 4-ാം നമ്പറിലേക്ക് മാറേണ്ടി വരും. വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ ഓപ്പണിംഗിൽ മുതൽ മധ്യനിരയിൽ വരെ എവിടെയും ഒരേ മികവോടെ ബാറ്റ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതിനാൽ 4-ാം നമ്പറിലേക്കുള്ള മാറ്റം അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ കളിയെ ബാധിക്കാനിടയില്ല. 5-ാം നമ്പറിൽ നിലവിൽ ഇന്ത്യക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ താരം പട്ടിദാറാണ്. സ്പിന്നർമാരെ മികച്ച രീതിയിൽ നേരിടാനും മധ്യ ഓവറുകളിൽ റൺ റേറ്റ് താഴാതെ നോക്കാനും അദ്ദേഹത്തോളം കെൽപ്പുള്ള മറ്റൊരു താരം ഇപ്പോൾ ഇന്ത്യൻ നിരയിലില്ല. ഈ ടോപ്പ് 5 വരുന്നതോടെ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ഒന്നായി മാറും. ഈ വമ്പൻ അഴിച്ചുപണി ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ ആഘാതം ടീമിന്റെ ക്യാപ്റ്റൻസിയിലായിരിക്കും. നിലവിൽ ഇന്ത്യയുടെ 2020 ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് 4-ാം നമ്പറിലോ 5-ാം നമ്പറിലോ ആണ് ബാറ്റ് ചെയ്യുന്നത്. എന്നാൽ മുകളിൽ പറഞ്ഞ പുതിയ ടോപ്പ് 5 ടീമിലേക്ക് വരികയാണെങ്കിൽ സൂര്യകുമാറിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തുക എന്നത് അസാധ്യമായി മാറും. സൂര്യകുമാർ യാദവ് ടീമിന് പുറത്തായാൽ സ്വാഭാവികമായും ക്യാപ്റ്റൻ സ്ഥാനം ആരേറ്റെടുക്കുമെന്ന ചോദ്യം ഉയരും. അവിടെയാണ് സഞ്ജു എന്ന പേരിന് പ്രസക്തിയേറുന്നത്. IPL രാജസ്ഥാൻ റോയൽസിനെ വർഷങ്ങളായി മികച്ച രീതിയിൽ നയിക്കുന്ന സഞ്ജുവിന് കൃത്യമായ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. സമ്മർദ്ദഘട്ടങ്ങളിൽ ശാന്തനായിരുന്ന തീരുമാനമെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും യുവതാരങ്ങളെ നയിക്കാനുള്ള പ്രാപ്തിയും കണക്കിലെടുത്ത് ഇന്ത്യയുടെ 2020 നായക സ്ഥാനം സഞ്ജുവിനെ ഏൽപ്പിക്കാൻ സെലക്ടർമാർ നിർബന്ധിതരായേക്കും. 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശിയുടെ കടന്നുവരവ് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു തലമുറ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. പ്രായം കേവലം ഒരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഭയമില്ലാത്ത ക്രിക്കറ്റ് കളിക്കുന്ന ഈ വണ്ടർ കിഡ് ഇന്ത്യൻ ടീമിലെ സീനിയർ താരങ്ങളുടെ കസേരകൾക്ക് ഇളക്കം തട്ടിച്ചു കഴിഞ്ഞു. അനാവശ്യമായ പ്രതിരോധ ശൈലികളിൽ നിന്നും മാറി ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിക്കുന്ന ആധുനിക 2020 ശൈലിയിലേക്ക് ഇന്ത്യൻ ടീം പൂർണ്ണമായി മാറുന്നതിന്റെ തെളിവാണ് ഈ മാറ്റങ്ങൾ. ഈ വമ്പൻ മാറ്റങ്ങളും പുതിയ ടോപ്പ് 5 പരീക്ഷണങ്ങളും അടുത്ത മാസം നടക്കുന്ന അയർലൻഡ് പരമ്പരയിൽ തന്നെ സംഭവിക്കുമോ അതോ വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകൾക്കായി മാനേജ്മെന്റ് കാത്തു നിൽക്കുമോ എന്നതും കണ്ടറിയേണ്ടതാണ്. എന്തുതന്നെ ആയാലും വൈഭവ് സൂര്യവംശി എന്ന പ്രതിഭയിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമായ കൈകളിലാണെന്ന് ഈ പ്രകടനങ്ങൾ അടിവരയിടുന്നു.